ഷാ നമ്മളൊപ്പം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇത് നമുക്കൊന്ന് ലളിതമായി പറഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ നമ്മുടെ നിയമ സംവിധാനത്തെ, നിയമ മേഖലയെ സ്വാധീനിക്കത്തക്ക വിധത്തിലാണ് ഈ മാറ്റങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്? അതിന് പാകമായോ നമ്മുടെ പോലീസും കോടതികളുമൊക്കെ? ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം നിയമങ്ങൾ നിർമ്മിക്കാനും അല്ലെങ്കിൽ നിയമങ്ങൾ റിപ്പീൽ ചെയ്ത് പുതിയത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ പുതിയതായൊരു നിയമം നിർമ്മിക്കാനും ഒക്കെ പാർലമെന്റിന് അവകാശമുണ്ട്. അതിൽ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ അവിടെയൊക്കെ ചർച്ചകൾ സജീവമായി ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ ചർച്ചകൾ സാധാരണ നിയമങ്ങളിലൊക്കെ ചർച്ചകളും സബ് കമ്മിറ്റികളും ഒക്കെ ചർച്ച ചെയ്താണ് വരുന്നത്. ഇവിടെ ഈ IPCയുടെയും CRPCയും എവിഡൻസ് ആക്ടിനെ സംബന്ധിച്ച് ഒരുപാട് ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റുകൾ സുപ്രീം കോടതി ഇന്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, സെഡീഷനെ കുറിച്ച് ജഡ്ജ്മെന്റ് പറഞ്ഞിട്ട് ഒരുപാട് ജഡ്ജ്മെന്റ്സ് വന്നിട്ടുണ്ട്. പല പ്രൊവിഷൻസും ആ ജഡ്ജ്മെന്റുകളെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ആയി മാറും പലപ്പോഴും. ഇത് ഞാൻ ഓരോന്നോരോന്ന് എടുത്തു പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ചർച്ചകളില്ലാത്തതിന്റെ ഒരു കുഴപ്പമാണ്. രണ്ടാമത്തെ വിഷയം, ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ 1860 മുതൽ പ്രാബല്യത്തിലുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം, അതുപോലെ തന്നെ മറ്റു നിയമങ്ങളൊക്കെ ഈ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ശരിക്കും സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഒന്നാമതായി പോലീസ് കൈകാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ജുഡീഷ്യൽ സിസ്റ്റം, മജിസ്ട്രേറ്റുമാര് അല്ലെങ്കിൽ സെഷൻസ് ജഡ്ജിമാര്, ഹൈക്കോടതി, സുപ്രീം കോടതി ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അഭിഭാഷകര് ഇത് കേസുകൾ കൈകാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്സ്, RDO പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് കൈകാര്യം ചെയ്യുന്നു. അവരെ സംബന്ധിച്ച് ഇവർക്കൊരു ട്രെയിനിങ്, ഇതെങ്ങനെയാണ് ഇനി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് ഒറ്റ നോട്ടത്തിൽ ഒരാൾക്ക് തരത്തിലുള്ള മാറ്റങ്ങൾ, ഡ്രാസ്റ്റിക് മാറ്റങ്ങൾ 3 പ്രധാനപ്പെട്ട നിയമങ്ങൾ ഒന്നിച്ചു വരുത്തുക, അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിട്ടില്ല എന്നതൊരു ഫാക്റ്റാണ്. ഇതിന്റെയൊക്കെ അപകടം സംഭവിക്കാൻ പോകുന്നത് ഈ കൈകാര്യം ചെയ്യുന്നവർക്കല്ല, കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ളവരുടെ വിഷയമാണ്. അത് പൊതുജനങ്ങളെ, വ്യക്തികളെ ബാധിക്കുന്ന നിയമങ്ങളാണിത്. ആ വ്യക്തികളെ ബാധിക്കുന്ന നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഈ 3-4 ക്ലാസിഫിക്കേഷൻ. അവർ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് അതിനൊരു പ്രാവീണ്യമില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്കുള്ള ട്രെയിനിങ് ഇല്ലാതെ വരുമ്പോൾ അഫക്റ്റഡ് ആകാൻ പോകുന്ന സാധാരണ ജനങ്ങളാണ്. അപ്പൊ നമ്മളൊരു വാശി പിടിച്ചൊരു നിയമം നാളെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ അഫക്റ്റഡ് ആകുന്നത് ജനങ്ങൾ തന്നെയാണ് എന്നത് മനസ്സിലാക്കാതെ. അപ്പൊ നമ്മൾ ഒരു നിയമത്തിന്റെ ഒരു പ്രൊവിഷനെ സംബന്ധിച്ച് ഡിഫറെന്റ് ഒപ്പീനിയൻസ് അഡ്വക്കേറ്റ്സിന് ഇടയിൽ ഉണ്ടാകും, ജുഡീഷ്യൽ ഫ്രട്ടേണിറ്റിയിലുണ്ടാകും. ആ ഒപ്പീനിയൻസ് വരുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ അത് ജനങ്ങളെ ബാധിക്കുന്നു എന്ന തരത്തിലേക്ക് വരുമ്പോൾ അതൊരു വാശിയായിട്ടല്ല ചെയ്യണം. ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് വരുത്തി തീർക്കാനല്ല. ഞാൻ മനസ്സിലാക്കുന്നത് സാർ, ഈ 2020 ഇതുമായി ബന്ധപ്പെട്ട ഒരു സമിതി നിയമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം 2023 ഓഗസ്റ്റിന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ഈ നിയമങ്ങൾ അവതരിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ വേണ്ടത്ര സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബാർ കൗൺസിലുമായും സംസ്ഥാന ബാർ കൗൺസിലുമായും ഓൾ ഇന്ത്യ ബാർ കൗൺസിൽ അടക്കമുള്ള സംവിധാനങ്ങളുമായി, അസോസിയേഷനുകളുമായി ഒന്നും ഈ വിഷയത്തിൽ ഒരു പ്രാധാന്യമുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നുള്ള ആക്ഷേപമാണോ? ഉണ്ടാക്കുന്നതിന് മുമ്പ് നടന്നിട്ടില്ല. ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇന്നതാണ് നിയമമെന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിനൊരു ട്രെയിനിങ് പ്രോസസ് വേണം. ഇതൊരു സാധാരണ ഒരു 10 സെക്ഷനുള്ള ഒരു നിയമമല്ല ഇത്. 3 മേജർ നിയമങ്ങളെ റിപ്പീൽ ചെയ്ത് പുതിയത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ട്രയലിനെ ബാധിക്കുന്ന വിഷയമാണ്, ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്ന വിഷയമാണ്, അപ്പീലുകളെ ബാധിക്കുന്ന വിഷയമാണ്. അതിന് പ്രോപ്പർ ട്രെയിനിങ്ങോടുകൂടി ഇപ്പൊ ജുഡീഷ്യൽ അക്കാഡമിയിലുള്ള ട്രെയിനിങ് സജീവമാകേണ്ടതുണ്ട്, അഭിഭാഷകരുടെ ട്രെയിനിങ് വേണം, ഓഫീസേഴ്സിന്റെ ട്രെയിനിങ് വേണം. അതിനുള്ളൊരു സമയം കൊടുക്കാതെ ബലം പിടിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി ഗവൺമെന്റ് തന്നെ മുന്നിട്ടിറങ്ങണം. ഗവൺമെന്റ് തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ജനങ്ങളുടെ മേലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ. അത് മനസ്സിലാക്കിക്കൊണ്ട് അതുണ്ടായിട്ടില്ല എന്നതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. പിന്നെ ഇൻഡിവിജ്വലായി പറയുന്ന ഓരോ സെക്ഷൻസും പലതിനകത്തും ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ കയറി വന്നു എന്ന ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ആ ആക്ഷേപങ്ങളെയൊക്കെ ഇൻഡിപെൻഡന്റ് ആയി എന്റെ ഒപ്പീനിയൻ ആയിട്ട് എനിക്ക് പറയാം, വേറെ ആൾക്ക് തിരിച്ചും പറയാം. അതൊക്കെ ഇനി വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോയി, അതല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോയിട്ട് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻസിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഇന്റർപ്രിട്ടേഷൻസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് വേണം നിയമങ്ങളുടെ പ്രൊവിഷൻസ് ആഡ് ചെയ്യപ്പെടേണ്ടത്. അത് പ്രോപ്പറായി അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു ആക്ഷേപം. പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങളെ കോടതി ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് ആ നിയമത്തിന്റെ ഇംപ്ലിക്കേഷൻ മാറും. അപ്പൊ അത് ഒക്കെ അതിനകത്ത് അഡ്രസ് ചെയ്യപ്പെട്ടു. ഈ മറ്റു കാര്യം, നമ്മൾ ഈ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വാദം, അതായത് പഴയ നിയമങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ സ്മാരകങ്ങളാണ് എന്നുള്ളതാണ്. അത് ഈ ന്യായം, ഈ പുതിയ നിയമങ്ങൾ പ്രതീക്ഷാ നിർഭരമാണെങ്കിൽ അതൊരു പക്ഷേ ആ പറഞ്ഞ പ്രശ്നങ്ങൾ, ആധിപത്യ സ്വഭാവം ഇല്ലാത്തൊരു രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാനും നമുക്ക് ബാധ്യതയുണ്ടല്ലോ, അല്ലേ?
അല്ല, ഞാൻ പറയുന്നത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം, നമ്മൾ ആർട്ടിക്കിൾ 13 ഭരണഘടന നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടാകുന്ന ഏത് പ്രൊവിഷൻ ഏത് നിയമത്തിലുണ്ടായാൽ ആ നിയമത്തിന്റെ ആ പ്രൊവിഷൻ അപ്പോൾ തന്നെ റിഡണ്ടന്റ് ആണ്. അല്ലാതെ ബ്രിട്ടീഷ് ആധിപത്യമൊക്കെ ആർട്ടിക്കിൾ 13 പോയി കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ ഒരു നറേറ്റീവായി നമ്മൾ പറയാണ് ബ്രിട്ടീഷ് സാധനത്തിനെ ഇന്ത്യൻ വൽക്കരിക്കുന്നു. ഇത് ഇത്തരം നറേറ്റീവ്സ് ഉപയോഗിക്കേണ്ട സ്ഥലമല്ല നിയമനിർമ്മാണം. നിയമനിർമ്മാണം എന്ന് പറയുന്നത് അപ്പൊ ഒരു ഇമോഷണലായി നമ്മൾ അതിനെ കാണേണ്ട വിഷയമല്ല എന്റെ അഭിപ്രായത്തിൽ. നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അതിന്റെ ഫാക്ച്വലി അത് ജനങ്ങളെ അഫക്ട് ചെയ്യുമ്പോൾ അവരുടെ ഏതെങ്കിലും റൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടാകുന്നുണ്ടോ എന്ന ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്തുണ്ടാകപ്പെടേണ്ടത് മാത്രം. അല്ലാതെ അത് ആരുണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ആരുണ്ടാക്കിയാലും നമ്മുടെ ഭരണഘടനയുടെ 3-ാം അധ്യായത്തിന് വിധേയമായി മാത്രമേ നിയമങ്ങൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അത് അന്ന് തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെയാണ് എക്സിസ്റ്റിംഗ് നിയമങ്ങളെയൊക്കെ നിലനിർത്തിക്കൊണ്ട് എല്ലാ 1947 മുമ്പ് ഉണ്ടാകുന്ന എല്ലാ നിയമങ്ങളും പ്രീ ഇൻഡിപെൻഡന്റ് നിയമങ്ങളാണ്. കൂടുതലും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിയമങ്ങൾ തന്നെയാണെന്ന്. ആ നിയമങ്ങളിൽ പലതും ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യുന്നതിന്റെ കാരണം ആർട്ടിക്കിൾ 13 ലിറ്റ്മസ് ടെസ്റ്റ് നടത്തിയതിനു ശേഷമാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുത്ത് ഇമോഷണലായി ഞങ്ങൾ ഒരു കാര്യം ചെയ്തു എന്ന് വരുത്തലല്ല എന്റെ ലക്ഷ്യം. ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തെ ജനങ്ങൾക്ക് ദോഷകരമല്ല എന്ന് ഉറപ്പാക്കലാണ് ഉണ്ടാകേണ്ട ലക്ഷ്യം, അല്ലാതെ നറേറ്റീവ്സ് പറയലല്ല. നന്ദി ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. ഞങ്ങളൊപ്പം ചേർന്ന് വിശദമായ വിഷയത്തിൽ സംസാരിച്ചതിന്